പത്തിമേക്കമ്പം തന്നിൽ ദൈവം ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പല ശുശ്രൂഷയ്ക്കായ രാത്രികാലത്ത് ചിന്താവിഷയത്തിനായി പുരുഷക്കെതിയ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ദയവായി ശബ്ദലേഖനം വായിക്കാം. 12-ാമത്തെ വാക്യത്തിന്റെ അവസാനം സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരായിരിക്കാൻ ഗുണകരമായ നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാര്യകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു വഴിക്ക് ഉണ്ട്. കാരണം ദൈവവചനം നമുക്ക് വരുന്ന ആശ്വാസങ്ങളാണ് നമ്മളെ ബലപ്പെടുത്തിയുള്ളത്. അങ്ങനെ ദൈവവചനത്താൽ ആശ്വാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കാണ് കുറിക്കുന്നു. പറയുന്നത് വചനം പ്രസംഗിക്കാം. ദൈവത്തിന്റെ വചനമാണ് എന്ത് ചെയ്യുന്നത്? പ്രസംഗിക്കുക. സ്വർഗ്ഗത്തിലേക്ക് നിലവാക്കപ്പെട്ടതായ ജീവിപ്പിക്കുന്നതായ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ നടുവിലേക്ക് ദൈവത്തിന്റെ ജീവൻ ദൈവം പകരും. ദൈവത്തിന് നാം എല്ലാവരും അനുഗ്രഹീതരായി തീരുമാനിക്കണം. സഭയ്ക്ക് സഫലന്മാരായിരിക്കാൻ ശ്രമിക്കും. സഫലം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. വാക്കിനോട് ചേർന്ന് സ എന്ന പദം വന്നാൽ കൂടിയത് എന്ന അർത്ഥം. അപ്പോൾ സഭയിൽ നാം എങ്ങനെ ആയിരിക്കണം? ഫലമുള്ളവരായി തീരാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഫലം നമുക്ക് ആവശ്യമാണ്. സഭയിലും എല്ലാവിധത്തിലും ഞാൻ രാത്രി പറഞ്ഞു വരുന്ന ഫലം ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചോ ജനത്തിന്റെ ഫലത്തെക്കുറിച്ചോ അല്ല. സഭയിൽ കൂടി വരുന്ന എല്ലാ ദൈവമക്കളും സഭയ്ക്ക് പ്രയോജനമുള്ളവരായി തീരണം. അതാണ് സഭയ്ക്ക് സഫലന്മാരാകുക എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞാണ് വൃക്ഷത്തെ എന്ത് ചെയ്യുന്നു? ഫലം കൊണ്ട് തിരിച്ചറിയും. ഈ ലോകം ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച 3-ാം ദിവസത്തിലാണ് വൃക്ഷങ്ങളെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്. അതിനെക്കുറിച്ച് ഉൽപ്പത്തിക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. അകത്ത് തരം ഫലം പുറപ്പെടുവിക്കുന്നതായ വൃക്ഷങ്ങളെ സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെന്ന് പറഞ്ഞു. ഉണ്ടായി. ദൈവം ഈ വൃക്ഷങ്ങളെ കുറിച്ച് തിരുവനന്തപുരത്തിൽ പറയുമ്പോൾ വൃക്ഷങ്ങൾ വിശ്വാസികളെ കാണിക്കുന്നതാണ്. യഹോവയുടെ
വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ എന്ന് കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ദാസൻ റോയ് പാർപ്പ് ബുദ്ധിവാരാം സങ്കീർത്തകർന്ന വായിച്ചു കേൾക്കും. യഹോവയുടെ വൃക്ഷങ്ങൾ എന്നാണ് നമ്മുടെ പേര്. ദൈവത്തിന് മാത്രം അവരുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ചന്ദന വൃക്ഷങ്ങളെന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ചന്ദന വൃക്ഷം? നീതിമാൻ പഴപോലെ വിളയ്ക്കും എന്ന ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നു. അപ്പോൾ ദേവദാരുവും ചന്ദനവൃക്ഷവും പനയും എല്ലാം ഉൾപ്പെട്ടതായ ഒന്നാണ് ദൈവത്തിന്റെ തോട്ടം. ക്രൈസ്തവം. അങ്ങനെയാണെങ്കിൽ രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ കുതിക്കുമ്പോൾ കരവേർത്തി ദൈവത്തെ സ്വാഗതം ചെയ്യാം. ഈ വൃക്ഷങ്ങളെ ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ ഇതെല്ലാം ഫലം കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഫലം കഴിച്ചേ മതിയാകും. നമ്മളെ ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ദൈവം എന്നെ സൃഷ്ടിച്ചതിൽ അഭിമാനിക്കൊള്ളുന്നു. ഈ എന്നെ ഭയങ്കരവും അതിശയകരമായി ചിന്തിക്കുന്നു. സൃഷ്ടിച്ചിരിക്കാൻ ഞങ്ങൾക്ക് സ്തോത്രയാക്കാൻ കഴിയും. ഭയങ്കര അതിശയമായി സൃഷ്ടിച്ചെന്ന് നാം പറയുമ്പോൾ എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ഈ ഭൂമിയിൽ കുറേ നാൾ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഒക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിയാണോ ആത്യന്തികമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? അല്ല. ഞാൻ ഉണ്ടാക്കിയ എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ദൈവം നമ്മളെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നതിന്റെ പരമപ്രധാന കാര്യം ദൈവത്തെ സ്തുതിക്കാൻ കൂടിയാണ്. അത് മറന്നാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ഇപ്പൊ രാത്രി ഞാനിവിടെ ആയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വം ലഭിക്കാമെന്ന് എത്രത്തോളം താല്പര്യമുണ്ട് അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അങ്ങനെ ആരാധിക്കണം. പക്ഷെ ദൈവത്തിന്റെ സന്നിധി ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാത്തതുകൊണ്ട് ആകാത്ത ഫലങ്ങൾ അത് പുറപ്പെടുവിക്കുന്നവരായി നാം തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഫലം കായ്ക്കാത്ത അല്ലെങ്കിൽ ആകാത്തതായ വൃക്ഷങ്ങളെ ദൈവം വെട്ടിക്കളയും. ദൈവത്തിന് സ്തോത്രം. നല്ലതിനെയൊക്കെ ദൈവം നിലനിർത്തും. കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുന്നതായിരുന്നു. ഈ പറഞ്ഞു വരുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒരു കഥയിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് കഥയെ പറയാൻ പോകുന്നത്? വേദപുസ്തകത്തിലുള്ള ഒരു കഥയാണ്. അതിൽ നിന്നായിരിക്കും ഇന്നത്തെ ദൈവിക ദൗർദാനം ദൈവം ചെയ്യും. വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 8 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ ദയവായി ഒരാള് ശബ്ദമുയർത്തി വായിക്കാം. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തടുപ്പോൾ രാജാവിനെ നിയമിക്കാനായിട്ട് പോയി. യോധാം എന്ന് പറഞ്ഞ മനുഷ്യൻ നിന്നോടത്തോട് വിളിച്ചു പറഞ്ഞ കഥയാണ്. അതിന്റെ പശ്ചാത്തലം എന്തുമായിരുന്നു?
ഞാൻ കൊണ്ടുവന്ന വഴിയിലേക്ക് നിങ്ങൾ കൊണ്ടുചെലുത്തണം. ദൈവത്തിന്റെ വിഷയങ്ങളാണ് നമ്മൾ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി നല്ല ഫലങ്ങൾ കായ്ക്കണമെന്നോ. അങ്ങനെ നല്ല ഫലം കായ്ക്കാൻ ദൈവം നമ്മൾ ആക്കിയിരിക്കുന്ന അത്രയും ഭാഗം ചിന്തിച്ചിട്ടാണ് നാം ഈ ഭാഗ്യത്തിലേക്ക് നടക്കുന്നത്. വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ ഉണ്ടാക്കാൻ പോയി. ആദ്യം ചെന്ന വൃക്ഷങ്ങളെല്ലാം കൂടെ ആരാണ് പറഞ്ഞത്? അത്തിവൃക്ഷത്തോട് ചെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതിന്റെ ഒരു വൃക്ഷത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ ഞങ്ങൾക്ക് ആരായിരിക്കണം? രാജാവായിരിക്കണം. കേട്ടോ? അതിന് ഒരു വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകറ്റുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ചിട്ട് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ മനുഷ്യല്ല എന്ന ഉത്തരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജീവിതമേ, കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം മറ്റൊന്നല്ല, വല്ലവരെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ വിധത്തിൽ നാം ആയിരിക്കും. അതിനപ്പുറത്തായ ഒന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അത് ഒരു വൃക്ഷത്തോട് പറയുമ്പോൾ ഒരു വൃക്ഷം പറഞ്ഞ മറുപടി എനിക്ക് പുഷ്ടിയുണ്ട്. രാത്രി ഇരിക്കുന്ന ദൈവമക്കൾക്ക് പുഷ്ടിയുണ്ട്. പുഷ്ടിയുണ്ടെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ ഹല്ലേലൂയ കേട്ടാൽ അറിയാം, അവന്റെ സ്തോത്രം കേട്ടാൽ അറിയാം, ഈനാഥം പോലെയുള്ളവരുടെ പ്രബോധന വചനങ്ങൾ കേട്ടാൽ അറിയാം, ആത്മവ്യാപാരമുള്ള ദൂത് മനസ്സിലായാൽ അറിയാം. ദൈവത്തിന്റെ സ്തോത്രം അവർക്ക് പുഷ്ടിയുള്ളവരാണ്. എന്താണ് പുഷ്ടി? അക്ഷയാപ്രവചനം വിളിച്ചു പറയുന്നു, പുഷ്ടി നിമിത്തം മുഖക്കൈകൾ തകർന്നു പോകും. എവരാത്രി ദൈവത്തിന്റെ പൈതല് നീ ഒരു വൃക്ഷമായി ദൈവത്തിന്റെ ആലയത്തിലായിരിക്കുന്നെങ്കിൽ എന്റെ പേര് പകർന്നിരിക്കുന്ന സ്വർഗീയ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട്, ആ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് കപ്പലുകളെ തകർക്കാൻ കഴിയുമെന്നോ വ്യക്തമായി ഓർത്തിരിക്കണം. ഒരു വ്യക്തത ഈ സഭയ്ക്കകത്തുണ്ട്. അഭിഷക്തമായ ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ളവർ ഇതിനകത്തുണ്ട്. ദൂരമുള്ളവർ ഇതിനകത്തുണ്ട്. അവരുടെ ദൈവം കാണുന്ന അഭിഷേകം അടച്ചു വെക്കാനുമല്ല, ആ അഭിഷേകം ദൈവസന്നിധിയിൽ വർദ്ധിപ്പിച്ച് ആ അഭിഷേകത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ ഈ ദിവസങ്ങളിലായി ഒരു മനുഷ്യരെ ഈ തയ്യാറായിക്കൊള്ളണം. ഇതിലേക്ക് ലഭിച്ച ഈ സവിശേഷമായ തുക നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് ഒരിക്കലുമായി ഉറങ്ങിപ്പോകരുത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവത്തെ പ്രസാദിപ്പിക്കുക. അഭിഷേകത്തിന്റെ പ്രത്യേകമായ കൃപ ലഭിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്താക്കുമ്പോൾ അനങ്ങാതെ സഭയ്ക്ക് കളിക്കുന്നത് അവർ ദൈവത്തിന്റെ ഭരണത്തില് ദൈവത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ നിർണയത്തിന്റെ അഭിഷേകത്തിന്റെ സൈന്യ ഉയർത്തകളെ തലക്കുക. എനിക്കൊരു പുഷ്ടിയുണ്ടെന്നൊരു വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിരിക്കണം.